എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തണ്ണിമത്തൻ വെച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ തണ്ണിമത്തൻ ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്കയാണ്. അപ്പോൾ ഒരു ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒട്ടും തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാല്, ബോയിൽഡ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറി ക്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ പഞ്ചസാര ചേർക്കാതെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ചൂടിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു തണ്ണിമത്തൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആപ്പിൾ ഷേക്ക് ആണ്. നമുക്ക് ഇതിനു വേണ്ടി വേണ്ടതൊരു 2 ആപ്പിളാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിതിനെ ജ്യൂസ് ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു ഡേറ്റ്സ് ഇതിൽ നിന്ന് ഒഴിവാക്കരുത്. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സിന് എന്തായാലും മധുരം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഡേറ്റ്സ് ഒക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽക്കട്ടയാണ്. അപ്പോൾ നമുക്ക് പാൽക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പം പാൽക്കട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. ഞാൻ കുറച്ച് കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ജ്യൂസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കസ്കസ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ഷേക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കസ്കസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ വത്തക്ക ഡ്രിങ്കും അതുപോലെ ആപ്പിൾ ഷേക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്